രാവണപ്രഭു എന്ന സിനിമയുടെ കഴിഞ്ഞ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവണപ്രഭു എന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുറത്തിറങ്ങിയത്. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് പടത്തിന് ലഭിച്ചത്. എന്തായാലും സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് കഴിഞ്ഞ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ കഴിഞ്ഞ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും അതുപോലെ തന്നെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 7 ദിവസത്തെ കളക്ഷൻ ലഭിക്കാൻ നമുക്ക് ആദ്യം 7 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 3,13,00,000 കാണാൻ സാധിക്കുന്നത്. പിന്നീട് വേൾഡ് വൈഡ് നോക്കുമ്പോൾ 3,92,00,000. മറ്റൊരു സിനിമ 4 കോടിയിലോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ലാലേട്ടന്റെ രാവണപ്രഭു എന്ന സിനിമയിലൂടെ. ഇനി സിനിമയുടെ 8ാം ദിവസം കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് വെറും 5 ലക്ഷമാണ് കാണാൻ സാധിക്കുന്ന ട്രാക്കിംഗ് ആയിട്ട് കേരള ബോക്സ് ഓഫീസിന് സിനിമയ്ക്ക് ശനിയാഴ്ച ദിവസം ഇന്നലെ. ഇനി സിനിമയുടെ കേരള ബോക്സ് ടോട്ടൽ ആയിട്ട് കഴിഞ്ഞ 8 ദിവസം പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് 3,23,00,000 കാണാൻ സാധിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് പരിശോധിക്കുമ്പോൾ അപ്രോക്സ് ആയിട്ട് സിനിമ 4 കോടി കംപ്ലീറ്റ് ആയെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലാലേട്ടന്റെ രാവണപ്രഭു എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്. എന്തായാലും മറ്റൊരു സിനിമ 2ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ്. സിനിമ റിലീസിന് വന്നിട്ട് ലാലേട്ടന്റെ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ കാത്തിരിക്കുക ചെയ്യാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് സിനിമയുടെ ഫൈനൽ ട്രാക്കിംഗ് എത്രയാവുന്നത് കൺവെക്സപ്പെടുത്തുക നമ്മുടെ രാവണപ്രഭു എന്ന സിനിമയുടെ. അതിന് പക്ഷേ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സിൽ സബ്സ്ക്രിപ്ഷൻ എന്തായാലും സിനിമ കണ്ടവർ വീണ്ടും കൺബോക്സ് ചെയ്യപ്പെടുത്തുക. പടത്തിന്റെ ഗംഭീരമായ റെസ്പോൺസ്.